തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിലെ വിധി അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയും സിപിഐഎമ്മും എം സ്വരാജുമൊക്കെ. എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തെ സിപിഐഎമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള രണ്ട് സംഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസാണ്, മറ്റൊന്ന് കരുവന്നൂരുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ രണ്ട് വിഷയങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. മാസപ്പടി കേസിൽ CMRL പ്രതിനിധികളെ ED ഇന്ന് ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാട് രേഖകളുമായി ഹാജരാകണം എന്നാണ് CMRന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഫിനാൻസ് ഉദ്യോഗസ്ഥരോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകി എന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഈ നോട്ടീസ് നൽകിയത് പ്രകാരം ഇന്ന് CMRലിന്റെ ഉദ്യോഗസ്ഥർ ഹാജരാകാനാണോ സാധ്യത? എപ്പോൾ ഹാജരാകണമെന്ന് സമയം നിർദ്ദേശിച്ചിട്ടുണ്ടോ? അഭിലാഷ, ഇന്ന് ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. രാവിലെ ഓഫീസ് സമയം, അതായത് 10 മണിയോടുകൂടി ഓഫീസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഈ സമയത്തോടുകൂടി 11 മണിക്ക് മുൻപായി ഹാജരാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് SFIയുടെ അന്വേഷണം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പല ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചില രേഖകൾ പരിശോധിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് തന്നെയാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ നേരിട്ടായിരിക്കില്ല, അഭിഭാഷകർ മുഖേന ആയിരിക്കാം ഇവർ ആവശ്യപ്പെട്ട രേഖകൾ എത്തിക്കുക എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ആദ്യ നടപടി എന്ന രീതിയിൽ EDയുടെ അന്വേഷണത്തിൻ്റെ തുടർച്ച, അതിൻ്റെ പോക്കിൽ ഏറ്റവും ആദ്യത്തെ നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ CMRL കമ്പനിയുടെ അധികൃതരോട് വരാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേഖകളുടെ അവർ സമർപ്പിക്കുന്നവർ ആവശ്യപ്പെട്ട ഫിനാൻസ് സംബന്ധമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുടെ സൂക്ഷ്മ തലത്തിലുള്ള പരിശോധനകളായിരിക്കും നടക്കുന്നത്, ED നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രേഖകളായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. പിന്നീട് ഇതിൻ്റെ ഒരു തുടർ ചോദ്യം ചെയ്യലുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് CMRലിൻ്റെ ഉടമസ്ഥരിലേക്കും അടക്കം എല്ലാത്തിലേക്കും തന്നെ കടക്കുകയും ചെയ്യും. ഈ രണ്ട് കമ്പനികളുടെ ഇടപാടുകൾ പ്രധാനമായും തന്നെ പരിശോധിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന സ്ഥാപനവുമായിട്ട് നടത്തിയ ഇടപാടുകൾ അതെന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഏത് സേവനം നൽകിയതിന് ഭാഗമായിട്ടാണ് ഈ വലിയ രീതിയിലൊരു തുക നൽകിയിരിക്കുന്നത്. 1,72,00,000 രൂപയാണ് ഈ രീതിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ തുക നൽകുന്നതിനിടയാക്കിയ ഒരു സാഹചര്യം എന്താണ്, ഏത് രീതിയിലുള്ളൊരു സേവനങ്ങൾ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിന് ആനുപാതികമായ രേഖകളുടെ കാര്യങ്ങളടക്കമുള്ളൊരു സൂക്ഷ്മതലത്തിലുള്ളൊരു പരിശോധനകൾ ഉണ്ടാകും. ഇതിനുശേഷം തുടർ ചോദ്യം ചെയ്യലിലേക്കും കൂടുതൽ പേരിലേക്ക് വീണ വിജയനുമായി കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് എല്ലാം തന്നെ അന്വേഷണം നീളും. ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നീളുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ED അന്വേഷണത്തിലേക്ക് വന്ന ഒരു ഘട്ടമുണ്ട്. അതിനുശേഷം ഇപ്പോൾ രേഖകളുടെ പരിശോധനകളടക്കം നടക്കുകയാണ്. ഇന്നു മുതൽ അത് ആരംഭിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഒരു തുടർച്ചകൾ ഉണ്ടാകും എന്ന കാര്യം സുനിശ്ചിതമാണ്. വരും ദിവസങ്ങളിൽ അത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ അപ്പോഴും ഡാനി, ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടാകില്ലേ എന്ന് പൊതുവെ ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഒരു സർവീസിന് വേണ്ടി എത്ര തുക നൽകേണ്ടതുണ്ട്, അതൊക്കെ കമ്പനികൾ തീരുമാനിക്കേണ്ട ഒന്നാണ്. ആ സർവീസ് കിട്ടിയോ ഇല്ലയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എത്രമേൽ വ്യക്തത വരുത്താൻ സാധിക്കും? അവിടെ പ്രധാനപ്പെട്ടതായി ഈ കള്ളപ്പണം ഇടപാട് ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടോ? പണം വെളുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അനധികൃതമായ ഇടപാട് നടന്നിട്ടുണ്ടോ? അത്തരം സാങ്കേതിക വശങ്ങളിലേക്ക് മാത്രമേ EDക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. മറിച്ച് ഈ 1,72,00,000 രൂപ നൽകിയതിന് എന്ത് സർവീസ് ലഭിച്ചു, അല്ലെങ്കിൽ സർവീസ് ലഭിച്ചില്ലേ എന്നതൊക്കെ സാങ്കേതികമായ ചില വിഷയങ്ങളാണ്. അതിൽ പല കൃത്രിമത്വവും കാണിക്കാവുന്നതേ ഉള്ളൂ എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും അഭിലാഷ്, കാരണം ഇത് സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം ഈ ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയതാണ് എന്നതാണ് EDയുടെയും അതോടൊപ്പം തന്നെ പൊതുവിൽ ഉയരുന്നൊരു ആക്ഷേപമായി നിലനിൽക്കുന്നത്. ഇത്രയും പണം കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ രണ്ട് കമ്പനികളുടെ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ അത് മാത്രമാണ് നടന്നിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, അതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, 2014 സാമ്പത്തിക വർഷം മുതൽ 2020 വരെയുള്ള ഒരു കാലയളവിൽ CMRL കമ്പനി വലിയ രീതിയിലേക്ക് അതിൽ ലാഭത്തിലേക്ക് അടക്കം വർധന
മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയ 100 കോടിയിൽ പരം രീതിയിലേക്ക് അവർക്ക് എത്തിച്ചേരാനടക്കം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഏതെങ്കിലും വഴിവിട്ട ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടൽ, ഈ പണം എങ്ങനെ ഇത് പെരുപ്പിച്ച് വരുന്നു എന്നതടക്കം ഇത് പല രീതിയിലേക്കും തന്നെ ഏതാണ്ട് 95 കോടിയോളം രൂപ വിവിധ ആളുകൾക്ക് സംഭാവനയായി അടക്കം നൽകിയിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം നൽകിയിട്ടുണ്ട് എന്നത് CMRന്റെ ഭാഗത്തു നിന്നും ചില വെളിപ്പെടുത്തലുകളടക്കം വന്നിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയുള്ളൊരു പണമാണ്, ഏത് രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ട പണമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ED വ്യക്തമായും തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം ഈ സാമ്പത്തിക കാര്യങ്ങളിലെ ഇടപാടുകളിൽ എവിടെയെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് പൂരിപ്പിക്കേണ്ടി വരും, ഈ ഒരു ഘട്ടത്തിൽ പൂരിപ്പിക്കേണ്ടി വരും. അതിന് ആർക്കായിരിക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നതടക്കമാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് പോലെ ഏത് സേവനത്തിന് ഈ പണം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ വെറും വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരാ, അതിന് രേഖകളും ആധികാരികമായ വസ്തുതകളും എല്ലാം തന്നെ ഉണ്ടാകണം. അത്തരം കാര്യങ്ങളിൽ എത്ര കണ്ട CMRനും അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെയുള്ളൊരു ഉത്തരം തേടൽ തന്നെയായിരിക്കും ഇനിയുള്ള നീണ്ട ദിവസങ്ങൾ, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ SFIയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അന്വേഷണത്തിനൊരു ഘട്ടം തുടർന്നുകൊണ്ട് പോവുകയാണ്. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഏജൻസികൾ പരസ്പരം യോജിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ രീതിയിലുള്ള അന്വേഷണത്തിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും നമുക്ക് വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായും 1,72,00,000 രൂപ സോഫ്റ്റ്വെയർ അപ്ഡേഷന് അല്ലെങ്കിൽ അതിന്റെ സർവീസിന് വേണ്ടിയൊക്കെ നൽകുന്നു എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾക്കോ അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ മേഖലകളിൽ സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ആളുകൾക്കോ ഒന്നും ഉൾക്കൊള്ളാനാകാത്ത ഒന്നാണ്. പക്ഷേ എത്ര രൂപ സർവീസിന് നൽകണം, വാങ്ങണം എന്നതൊക്കെ കമ്പനികൾ തമ്മിലുള്ള ധാരണയാണ്. അതുകൊണ്ട് അതിൽ എത്രത്തോളം ഇടപെടാൻ സാധിക്കുമെന്നതിൽ അവ്യക്തതയുണ്ട്. പക്ഷേ അപ്പോഴും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികൾ നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പം